ദ ടൈം ടു ട്രാവൽ ടു കിർഗിസ്ഥാൻ. അതെ ഗൈസ്, ഞങ്ങളുടെയും മക്കളുടെയും വലിയ സ്വപ്നമായിരുന്നു മഞ്ഞിലോട്ട് ഒരുമിച്ചൊരു യാത്ര പോകണം എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പം എൻ്റെ ഫാദറും ഉണ്ടായിരുന്നു ഞങ്ങളെ എയർപോർട്ടിലാക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോകുന്നത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് ടു ബിഷ്കേക്കിലോട്ടാണ്. അപ്പോൾ കിർഗിസ്ഥാനിലെ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. ഞങ്ങളൊരു ഏകദേശം രാവിലെ ഒരു 5-5:30 ആയപ്പോഴേക്കും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്തിട്ട് നമുക്ക് എയർപോർട്ട് ലോഞ്ചും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ്സൊക്കെ യൂസ് ചെയ്ത് ഫ്രീ ആയിട്ടുള്ള എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി യൂസ് ചെയ്തു. അങ്ങനെ ലോഞ്ചിലെത്തി നമ്മൾ ഫസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ മക്കളൊക്കെ ഒരു ഭാഗത്തിരുത്തി ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ അത് രാവിലെ ആയതുകൊണ്ട് തന്നെ മക്കൾ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നല്ലാണ്ട് ആരും അങ്ങനെ കഴിക്കുന്നൊന്നുമില്ല. അവർക്ക് പിന്നെ അവരുടെ മെയിൻ സംഭവമാണ് കളിക്കുക, കുറേ ഫൈറ്റ് ചെയ്യുക. ഇതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനെ നമ്മൾ സമയം പോയതറിഞ്ഞില്ല. ഫൈനൽ കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളാണ് ലാസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം മോന് ബസ് കയറിയപ്പോൾ തന്നെ ഫ്ലൈറ്റൊക്കെ കണ്ടിട്ട് അതിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വിസെയർ എയർലൈൻ ആയിരുന്നു. എപ്പോഴും നമ്മൾ യാത്രക്ക് ചൂസ് ചെയ്യാറുള്ളത് വിസെയർ ആണ്. വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ വിസെയർ ആണ് ഏറ്റവും നല്ല, നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എയർലൈൻ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലെത്തി. രാത്രി ഉറക്കം കാര്യങ്ങളൊക്കെ മിസ്സായതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്ലൈറ്റിലൊന്നും അത്രയും ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സീറ്റിൽ തന്നെ എല്ലാവർക്കും ഇങ്ങനെ കിടന്ന് ഉറങ്ങി പോവാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മൾ കിർഗിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഇനി മനാമ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ എയർപോർട്ടിലെത്തി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് വിസ അപ്ലിക്കേഷനും കാര്യങ്ങളും ഫില്ല് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു കൗണ്ടറിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തു. മക്കളുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ വിസ അപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പം നമുക്ക് അവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും. സിമ്മും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. അതുപോലെ സിമ്മും കാര്യങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി അതെല്ലാം സെറ്റ് ചെയ്തു. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒത്തിരി പേര് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ടാക്സി വേണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മൾ മുൻകൂട്ടിയിട്ട് തന്നെ ടാക്സിയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ നോ എന്ന് പറയുമ്പോഴും ഒത്തിരി പേര് പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ എനിക്കാണെങ്കിൽ ഈ ഒരു വിസ അപ്ലിക്കേഷൻ്റെ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മോന് കുറച്ച് വാശിയിലായിരുന്നു, അതുകൊണ്ട് അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി കിർഗിസ്ഥാനിലോട്ട് എൻട്രി ചെയ്യുകയാണ്. ബിഷ്കേക്കിൽ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് ഒത്തിരി തണുപ്പുണ്ട്. മോന് ഗ്ലൗസ് ഒന്നും ഇടാണ്ടായിരുന്നു. കുറച്ച് നേരം കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നു. അപ്പോഴേക്കും നല്ല തണുപ്പായപ്പോൾ പിന്നെ എല്ലാം ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്തു. അങ്ങനെ ഞങ്ങളുടെ കാറ് വന്നു. ഞങ്ങളുടെ ഈ ഒരു ബിഷ്കേക്ക് മനാമ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒരു 30-40 മിനിറ്റ്സ് ഉണ്ട് ഈ ഒരു ഹോട്ടൽ റിച്ചിലോട്ട് എത്താനും. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹോട്ടൽ റിച്ച് അത്യാവശ്യം നല്ലൊരു സൗകര്യം ഒക്കെയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോട്ടലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷായി. അപ്പോഴേക്കും നമ്മൾ ബിഷ്കേക്ക് സിറ്റി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴാണ് നമ്മൾ അറിയുന്ന ഈ ഒരു കാര്യങ്ങളും ബുദ്ധിമുട്ടും മക്കളെയും കൊണ്ട് വന്നാലുള്ള ബുദ്ധിമുട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അവർക്ക് കൂടുതൽ നേരം പുറത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. 2 ലെയർ 3 ലെയർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പോരാത്തതിന് 2 ഗ്ലൗസൊക്കെയാണ് കയ്യിലിട്ടിട്ടുള്ളത്. 2 സോക്സ് ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും മക്കൾക്ക് അവർ കംഫർട്ട് ഇല്ലാത്തൊരു രീതിയിലായിരുന്നു. ഇപ്പം ഞങ്ങൾ ഈ കാണാനാണ് വൈറ്റ് ഹൗസ്. ഇതൊക്കെ നമ്മളിങ്ങനെ നൈറ്റ് വാക്കിൽ കണ്ട് നമ്മളിങ്ങനെ സംസാരിച്ച് ഫണ്ണടിച്ച് സിറ്റിയൊക്കെ കണ്ട് നടന്നു. അപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഒന്നും നോക്കിയില്ല. ചിക്കൻ എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ കയറി. അപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പം നമുക്ക് കിട്ടിയത് നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. വിശന്ന സമയമാണ്, എന്നാലും നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഡ്രിങ്ക്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായില്ല. ഒരു ഹണിയുടെ ടേസ്റ്റൊക്കെയാണ് തോന്നിയത്. അപ്പോൾ രാത്രിയിൽ ഞങ്ങളുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി ഡേ 2 സ്റ്റാർട്ട് ചെയ്യാണ്. ഹോട്ടലിൽ നിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എഗ്ഗ് ബോയിൽ ചെയ്തതും ഒത്തിരി ഐറ്റംസുകളുണ്ട്. പക്ഷേ മക്കൾക്ക് ഇഷ്ടം എപ്പോഴും മധുരമുള്ള ഐറ്റംസുകളാണ്. അപ്പോൾ മോനെ അവനക്ക് ഇഷ്ടമുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കണ്ടാൽ തോന്നും എല്ലാം കഴിക്കുന്നുള്ളത്. അങ്ങനെ ഐറ്റംസും വെജിറ്റബിൾസും ഫ്രൂട്ട്സും അത്തിരത്തിലുള്ള എല്ലാ ഐറ്റംസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കഴിക്കാൻ തുടങ്ങി. ഇനി വേണം നമ്മൾക്ക് പുതിയ പുതിയ സ്ഥലങ്ങളിലോട്ട് പോയി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മോന് ഏറ്റവും ഇഷ്ടമുള്ളത് സീരിയോ മിൽക്കും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒന്നും കഴിക്കുന്നൊന്നുമില്ല, എന്തൊക്കെയോ എടുത്ത് കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഡ്രൈവർ വന്നു. നമ്മൾ ബിഷ്കേക്ക് സിറ്റിയിൽ നിന്നും നമ്മൾ അലാർച്ചിലോട്ടും ഒത്തിരി സ്ഥലങ്ങളിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾക്ക് കാണാൻ സാധിക്കും എന്ത് രസമാണ് ഈ ഒരു സിറ്റിയിലൊക്കെ മഞ്ഞുകളൊക്കെ മൂടി. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ 2 സൈഡിലും മഞ്ഞും മരങ്ങൾക്കിടയിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്താണേലും
മഞ്ഞിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ കിർഗിസ്ഥാനും ഒക്കെ വന്ന് കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സമയമാണ്. എന്താണെങ്കിലും മനസ്സിന് ഭയങ്കര കുളിർമയേകുന്നൊരു കാഴ്ചയാണ് ഈ ഒരു ബിൽഡിങ്സും, ഒത്തിരി പഴയ കാലഘട്ടത്തിലുള്ള മാതിരിയുള്ള കുറേ ബിൽഡിങ്സ്, അതുപോലെ കുറേ മഞ്ഞ് മൂടിയിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്താണെങ്കിലും ഒക്കെ എല്ലായിടത്തും മഞ്ഞ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു രാജ്യത്തിൻ്റെ ഓരോ സ്പോട്ടിലുള്ള ഭംഗി നമുക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റ് ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ. മഞ്ഞ് ഇഷ്ടപ്പെടുന്നവർക്ക് മഞ്ഞിൽ കുറേ സ്കീയിങ്ങും അതുപോലെ സ്കേറ്റ് ബോർഡ് ഒക്കെ ആയിട്ടുള്ള പരിപാടികളും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്യാം. അത്തരത്തിലുള്ള സംഭവങ്ങൾ എന്നല്ലാണ്ട് നമുക്കിവിടെ ഈ ഒരു രാജ്യത്ത് ഇപ്പോൾ മെയിനായിട്ട് കുറേ സ്പോർട്സുകളുണ്ട്. മനോഹരമായിട്ടുള്ള കുറേ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു മഞ്ഞ് മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് ശരിക്കും മനസ്സിലാക്കാനോ ഫീൽ ചെയ്യാനോ നമുക്ക് ഈ ഒരു വിൻ്റർ സീസണിൽ വന്നാൽ പറ്റില്ല. എന്താണെങ്കിലും നമ്മൾ മക്കളുടെയും ഞങ്ങളുടെയും ഒരു ആഗ്രഹമായിട്ട് മഞ്ഞിൽ കളിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് വന്നതാണ്. അപ്പം നമ്മൾക്ക് മെയിനായിട്ട് ഈ ഒരു കാഴ്ചകൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മളൊരു വിൻ്റർ സീസൺ അല്ലാത്തൊരു സമയത്ത് വരുമ്പോൾ കിർഗിസ്ഥാൻ അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ ആ ഒരു സ്ഥലങ്ങളാണോ എന്ന് പോലും വിചാരിച്ചു പോകും. അത്രയും രസമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഈ ഒരു വിൻ്റർ സീസണിലാകുമ്പോൾ ഫുള്ള് സ്നോ ആയതുകൊണ്ട് നമുക്ക് ശരിക്കും ആ ഒരു എല്ലായിടത്തും സ്നോ ആണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെയും നിങ്ങൾക്ക് കാണാം എല്ലായിടത്തും മഞ്ഞാണ്. അങ്ങനെ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്ന് ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ മോന് ഫ്രണ്ടിലൊക്കെ ഇരുന്നിട്ടുണ്ട്, കാരണം മുന്നിലിരുന്ന് കാഴ്ചകൾ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞിൽ രണ്ട് സൈഡിലും മഞ്ഞുകളായിട്ട് അതുപോലെ ഡോഗ്സിനെയും അതുപോലെ ഹോഴ്സിനെയൊക്കെ മക്കൾക്ക് കാണാം. അവർക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വണ്ടിയിലിരുന്ന് കാണാനാട്ടോ ഇഷ്ടം. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചകൾ ഇങ്ങനെ വണ്ടിയിലിരുന്ന് കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാട്ടോ മക്കൾക്ക്. അപ്പോൾ ഇതാണ് ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും നല്ല സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഫുൾ മഞ്ഞാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞു നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന്. അങ്ങനെ സേഫാന്ന് കണ്ടപ്പോൾ മക്കളെയും ഇറക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളുടെ നേരം പോയി രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ലൊരു പിസ്സൊക്കെ ഓർഡർ ചെയ്തു. ഫ്രണ്ട്സും എല്ലാവരും കൂടെ നല്ല പിസ്സൊക്കെ കഴിച്ചു. അങ്ങനെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് ചെറിയൊരു വാക്കിംഗ് ഒക്കെ ആയിട്ട് നടന്നിട്ട് ഇന്നത്തെ ദിവസം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് കിർഗിസ്ഥാനിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഗൈസ്.